സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പരമ്പരയിലേക്കാണ് ഫസ്റ്റ് ബെൽ. പല നാടുകളിൽ നിന്നെത്തിയ അതിഥി കുട്ടികളാൽ സമ്പന്നമാവുകയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. കോഴിക്കോട് നഗരത്തിലെ ബൈരായിക്കുളം സർക്കാർ LP സ്കൂളിലെ ഇതര സംസ്ഥാനക്കാരായ കുട്ടികൾ മാത്രമാണ് ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയത്. 90 വർഷത്തോളം പഴക്കമുള്ള സ്കൂളിൽ 3 മലയാളികൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കുട്ടികളും ഇതര സംസ്ഥാനക്കാരാണ്. ഓർമല ചെറുമല മല വന്നു പുള്ളിക്കുടയും നല്ലൊരു ചൂടി പേക്രോം തവാടുമ പാടി ഒരു മീനുകളും തുള്ളിച്ചാടി മലയത്തോടെ നടന്നു ഞാൻ. 2 വർഷം മുൻപ് ബൈരായിക്കുളം LP സ്കൂളിലേക്ക് അച്ഛന്റെ കൈപിടിച്ചെത്തിയതാണ് ദില്ലിക്കാരിയായ ഭൂമി. അന്യനാട്ടിൽ നിന്നും അതിഥിയായി എത്തിയ ഭൂമിക്ക് ഹിന്ദി പോലെ പ്രിയപ്പെട്ടതാണ് മലയാളവും. ഭൂമി മാത്രമല്ല, കാജലും ശിവാംഗിയും അവിനാശുമെല്ലാം ഇന്ന് ബൈരായിക്കുളം LP സ്കൂളിന്റെ അഭിമാനമാണ്. സ്കൂളിലെ ഏറ്റവും ടീച്ചർക്ക് ഇഷ്ടം. അതിലെ ടീച്ചർക്ക് കുറച്ച് സമയം ലഞ്ച് ഇന്റർവെല്ലൊക്കെ കളിക്കാൻ പറ്റും. പിന്നെ പഠിക്കുക, പിന്നെ വീട്ടിൽ പോവാം. അങ്ങനെ തന്നെ. മലയാളം അത്ര എഴുതാൻ കുറച്ചൊക്കെ അറിയാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. अच्छी तरह पढ़ाते हैं, अच्छी तरह प्रोग्राम भी होता है, अच्छी तरह खाना भी इधर में बनता है. കോഴിക്കോട് നഗരത്തിന്റെ ഒത്ത നടുവിൽ പാളയത്താണ് 90 വർഷം പഴക്കമുള്ള ബൈരായിക്കുളം സ്കൂൾ ഉള്ളത്. മലയാളികളായ നിരവധി കുട്ടികൾ ഉണ്ടായിരുന്ന സ്കൂളിൽ ഇന്ന് ആകെ പഠിക്കുന്നത് 3 മലയാളികൾ മാത്രം. ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയതും 12 ഇതര സംസ്ഥാനക്കാരായ കുട്ടികൾ. ആദ്യം നിറയെ കുട്ടികളുള്ള സ്കൂളായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഏരിയ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും മാറി കമേഴ്ഷ്യൽ ഏരിയ ആയിപ്പോയി. ഇപ്പം ചുറ്റും ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാം ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്. അപ്പോൾ അവരെല്ലാം വീട് മാറി ഒത്തിരി ദൂരത്തേക്ക് പോയി. അങ്ങനെയാണ് കുട്ടികൾ ഇവിടെ ഷോർട്ടായി പോയത്. പല നാടുകളിൽ നിന്നെത്തിയ കുട്ടികൾ സ്കൂളിന്റെ ഭാഗമായപ്പോൾ അവർക്കായി ഹിന്ദി സ്വയം പരിശീലിച്ചിരിക്കുകയാണ് അധ്യാപകർ. അന്നം തേടിയെത്തിയവർക്ക് അക്ഷര വെളിച്ചം പകരാൻ കഴിയുന്നതിന്റെ സന്തോഷം അവരിൽ കാണാം. ബൈരായിക്കുളം സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ് പഠനം പൂർത്തിയായി പുറത്തിറങ്ങുന്ന കുരുന്നുകളുടെ തുടർ വിദ്യാഭ്യാസവും ഇവർ ഓരോരുത്തരും ഉറപ്പാക്കുന്നുണ്ട്. ഇവിടത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാമൂതിരി അല്ലെങ്കിൽ മറ്റു ചിന്താവളപ്പ് സ്കൂളിലേക്ക് 5ലേക്ക് പോവും. പിന്നെ +2 കഴിഞ്ഞ കുട്ടികളുണ്ട്. അതിലൊരു കുട്ടി ഇപ്പം മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നു, ബംഗാളിയാണ് ആള്. അതിൻ്റെ ഇളയ കുട്ടി ഇവിടെ പഠിച്ചു, ഇപ്പം പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു. അങ്ങനെ ഇവിടെ പഠിച്ചിട്ട് തുടർ പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒട്ടേറെ കുട്ടികളുണ്ട്. സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ചും പ്രവൃത്തി പരിചയമേളകളിൽ പുത്തൻ പരീക്ഷണങ്ങൾ പയറ്റിയും അതിഥികളായെത്തിയ കുട്ടികളെ കേരളത്തോട് ചേർത്ത് നിർത്തുകയാണിവർ. മലയാളി കുട്ടികളില്ലെങ്കിലും കേരളത്തിന്റെ സ്വന്തം അതിഥി കുട്ടികളെ സന്തോഷത്തോടെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകർ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. പ്രശാന്ത് ആൽബർട്ടിനൊപ്പം ഷംന അശോക്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. വളരെ കൗതുകമുള്ള ഒരു സ്കൂളാണല്ലേ. എല്ലാ കുട്ടികളും 1ാം ക്ലാസ്സിലേക്ക് വന്നവരെല്ലാം അതിഥി തൊഴിലാളികളുടെ കുട്ടികളാണ്. മാത്രമല്ല സ്കൂളിൽ ആകെ 3 മലയാളി കുട്ടികൾ മാത്രമേ ഉള്ളൂ. ടീച്ചർമാർ ഇപ്പോൾ ഹിന്ദിയൊക്കെ പഠിക്കേണ്ട അവസ്ഥയിലാണ്. അതെ, പക്ഷെ കേരളത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത്. വൈവിധ്യത്തിന്റെ ഒരു സന്തോഷം എല്ലാം.